ഗുഡ് മോർണിംഗ്. ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ചില സംവിധാനങ്ങളെക്കുറിച്ചാണ്. പക്ഷെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. കാരണം നിങ്ങളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പല സാധനങ്ങളും വാങ്ങിക്കാറുണ്ട്. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മിന്ത്രയിൽ നിന്നോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ടാവും. അത്തരം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ സാധനങ്ങൾ നിങ്ങൾ 1-2 ക്ലിക്കുകൾ നടത്തി ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസിൻ്റെ കൺഫർമേഷൻ വന്നതിന് ശേഷം പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം എപ്രകാരമാണ് ആ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത്തരം ചിന്തകൾക്ക് നമുക്ക് ഗുണകരമാകുന്ന ഒരു കോഴ്സ് ഇഗ്നോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൻ്റെ പേര് ഇലക്ട്രോണിക് കൊമേഴ്സ് അഥവാ ഇ കൊമേഴ്സ് എന്നുള്ളതാണ്. എപ്രകാരമാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇഗ്നോ ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ കോഴ്സ് ഡിസൈൻ ചെയ്തതിൻ്റെ അകത്ത് ഒരു സ്കില്ല് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇ കൊമേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അത്യാവശ്യ ധാരണ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത്തരത്തിലേക്കുള്ളൊരു കോഴ്സിലേക്കാണ് ഇത്തവണ നമ്മൾ നിങ്ങളെന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാം, ഓൺലൈൻ ലെക്ചറിങ് അത് നിങ്ങൾക്ക് നൽകുന്നതാകട്ടെ നമ്മളുടെ ടീമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇ കൊമേഴ്സ് എന്നുള്ള ഇഗ്നോയുടെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിലേക്ക്. ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. ബികോം ഒരു ജനറൽ ബികോമിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഏകദേശം 15 മൊഡ്യൂളുകളാണ് ഇതിനകത്തുള്ളത്, 15 യൂണിറ്റുകളാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ കോഴ്സിൻ്റെ അകത്തുള്ളത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് നമ്മളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ് എഡ്ജിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചേർന്ന് ഇഗ്നോയുടെ ഈ കോഴ്സ് എടുക്കണം എന്ന് പറയാൻ കാരണം? എഡ്ജ് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇഗ്നോ തരുന്നതിനേക്കാൾ കൂടുതലായിട്ട് തരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട ലെക്ചറിങ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. മാത്രമല്ല അതിനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സാധ്യത തരും. പിന്നെയോ അസൈൻമെൻറ്റുകൾ എഴുതാനുള്ള സാധ്യത തരും. പിന്നെയോ സ്റ്റഡി റിസോഴ്സുകൾ, നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് പഠിച്ച് പാസ്സാവണം എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓറിയൻറ്റേഷനുള്ള കോഴ്സ് മെറ്റീരിയൽ നിങ്ങൾക്ക് തരും. പിന്നെയോ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ആക്സസ് തരും. നിങ്ങൾക്ക് ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സംവിധാനത്തിൽ നിന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. മാത്രമല്ല എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തരും. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ് ഈ കോഴ്സ് എഡ്ജിലൂടെ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാരണം. യെസ്, ഇനി ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് ആ കോഴ്സിൽ നിങ്ങൾ സാധാരണ പഠിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു 15 മൊഡ്യൂളുകൾ അല്ലെങ്കിൽ 15 യൂണിറ്റുകളാണ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. ആ 15 യൂണിറ്റുകളെ 5 ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 5 സെറ്റ് ഓഫ് ബ്ലോക്ക്. നമുക്കറിയാം ഇഗ്നോ അങ്ങനെയാണ്, ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തരംതിരിച്ചിട്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ അകത്ത് ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് അവിടെ തന്നെ 4 യൂണിറ്റുകളുണ്ട്. എന്നാൽ രണ്ടാമത്തെ ബ്ലോക്കിൽ 2 യൂണിറ്റേ ഉള്ളൂ. അവിടെ പറയുന്നത് ഇ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ ബ്ലോക്ക് പറയുന്നത് വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു ഷോപ്പ് ഡിജിറ്റൽ ഷോപ്പാക്കി മാറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ, ഒരു ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടന്നു ചെല്ലാം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിൽ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ഷോപ്പ് ഉണ്ടാവണം. ആ ഡിജിറ്റൽ ഷോപ്പ് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗങ്ങളിലൊന്നാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നീടോ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീടുള്ള ബ്ലോക്കിൽ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽ എന്താണ്, ഏതെല്ലാം രീതിയിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ആണ് നിലവിലുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് അവിടെയും പറയുന്നുണ്ടാവുക. അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രൂപം നമുക്ക് ഇവിടെ നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിലുള്ള യൂണിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ
ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ് ആണ്. അവിടെ വിവിധ കോൺസെപ്റ്റുകൾ, അതിൻ്റെ ഒരു എവല്യൂഷൻ, എന്താണ് ഇ കൊമേഴ്സിൻ്റെ ഒരു പ്രാധാന്യം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് ഇ കൊമേഴ്സ് ബിസിനസ് മോഡലിനെ കുറിച്ചിട്ടാണ്. ഏതെല്ലാം രീതിയിലേക്കാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ചെയ്യുന്ന ബിസിനസ് എൻഡ് കൺസ്യൂമർക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അതോ മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണോ, അതോ ഗവൺമെൻറ് കൊടുക്കുന്ന സർവീസുകൾ സിറ്റിസൻസിന് കൊടുക്കാനാണോ നമ്മൾ നോക്കുന്നത്? അങ്ങനെ വിവിധ മോഡലുകളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. B2B, B2C, G2C എന്നൊക്കെയാണ് അതിനെ സാധാരണ വിളിക്കാറ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ P2P മോഡലുകളുണ്ട്, പിയർ ടു പിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡലുകളുണ്ട്. നമ്മൾ OLX ഒക്കെ ഉള്ള മോഡൽ അതാണ്. ഒരു കൺസ്യൂമർക്ക് താല്പര്യമുണ്ട് അയാളുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ, അത് വേറൊരു കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് വാങ്ങിക്കാം, അവിടെ വേറെ ഏജൻസികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. യെസ്, നാലാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ കൊമേഴ്സ്. ഏതെല്ലാം രീതിയിലേക്കുള്ള ടെക്നോളജികളാണ് ഇ കൊമേഴ്സ് രംഗത്ത് ഉപയോഗിക്കുന്നത്? അത് ക്ലൗഡ്, അതുപോലെ തന്നെ AI, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ്, മൊബൈൽ സൊല്യൂഷൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ അകത്ത് പറയുന്നത് ഇലക്ട്രോണിക് ഗവേണൻസ് എന്താണെന്നുള്ളതാണ്. ഗവേൺ ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് ഇലക്ട്രോണിക്കലി ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ ഡിജിറ്റൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ സർവീസുകളാണ് ഉള്ളത് എന്നും സംസാരിക്കും. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലാണെന്നുണ്ടെങ്കിലോ ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ യൂണിറ്റ് വരുന്നത്, അതായത് ആറാമത്തെ യൂണിറ്റ് വരുന്നത് ഇ പേയ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. അവിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആൻഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നീട് ഈ ബാങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ചും അതിലെ ട്രാൻസാക്ഷൻ രീതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ 2 മൊഡ്യൂളാണ് ആ ഒരു ബ്ലോക്കിനകത്തുള്ളത്. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തത് ഇലക്ട്രോണിക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. വെബ് സെർവർ എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുക, എവിടെയാണ് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാർഡ്വെയർ ടെക്നോളജീസ് എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂളിലാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യണം, ബിസിനസ്സൊക്കെ ചെയ്യണം. പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില നിയമങ്ങളെക്കുറിച്ച് അവബോധരായിരിക്കണം. നിയമങ്ങളെ നമുക്കറിയണം. ബേസിക്കായിട്ട് അറിയേണ്ടുന്ന കുറേ നിയമങ്ങളുണ്ട്, ബേസിക്കായിട്ട് അറിയേണ്ടുന്ന കുറേ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സുകളുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ ഒരു ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ആ ബ്ലോക്കിൻ്റെ അകത്ത്, നാലാമത്തെ ബ്ലോക്കിൻ്റെ അകത്ത് 3 യൂണിറ്റുകളാണുള്ളത്. ആ 3 യൂണിറ്റുകളിൽ പറയുന്നത് ഒന്ന് സൈബർ സെക്യൂരിറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്, മറ്റൊന്ന് സൈബർ സെക്യൂരിറ്റിക്ക് നമ്മൾ എടുക്കുന്ന മെഷേഴ്സുകൾ എന്തൊക്കെയാണ്, സാധാരണ ഏതെല്ലാം രീതിയിലാണ് സൈബർ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ 2008 വന്നിട്ടുള്ള അതിൻ്റെ അമെൻമെൻറ്റ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നത്. ഇനി അവസാനത്തെ നമ്മളുടെ ബ്ലോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മളോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം? ഇ-ടെയിലിങ്ങിന് ഉപയോഗിക്കാം, ഇലക്ട്രോണിക് റീറ്റെയിലിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സർവീസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ സർവീസുകളിൽ തന്നെ വിവിധ രീതിയിലുണ്ട്. ഫിൻടെക് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ ഒരു യൂണിറ്റ് ഇ-ടെയിലിങ്ങിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നീക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ബാക്കിയുള്ള എല്ലാ സർവീസുകളെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. പിന്നീടോ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കൊമേഴ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഓവർവ്യൂ തരികയും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മൊത്തത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഇത് എൻറോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. സ്വാഭാവികമായിട്ട് ഇഗ്നോയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുകൊണ്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സായിരിക്കും നിങ്ങൾക്കത്. അവിടെ ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ കോഴ്സിനെ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നത് വിവിധ കഥകളിലൂടെയും അതുപോലെ തന്നെ ഓൺലൈൻ ലെക്ചറുകളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എഡ്ജാണ്. അപ്പോൾ എഡ്ജിൻ്റെ കോഴ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എൻറോൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക. നമ്മളുടെ വീഡിയോയുടെ താഴെ കാണുന്ന നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് ഇ കൊമേഴ്സിനെ കുറിച്ച് രസകരമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇ കൊമേഴ്സിൽ നമ്മളൊരു കരിയർ
പടുത്തുയർത്താൻ നമുക്ക് സാധിക്കുമാറ് നമ്മളുടെ കോഴ്സ് നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇൻട്രൊഡക്ടറി കോഴ്സ് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.